നമസ്കാരം. നമ്മുടെ ട്രംപ് സാറ് അല്പം ഒന്ന് അയഞ്ഞു കൊടുത്തു. അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഇന്നത്തെ നിഫ്റ്റി പോകുന്ന പോക്ക് കണ്ടോ? നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ നിഫ്റ്റി ബീറ്റ് ചെയ്തോ അതോ നിഫ്റ്റിയെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബീറ്റ് ചെയ്തോ എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റിനകത്തൊന്ന് എഴുതിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചു, ഇർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡിനെ പറ്റി ഒരു അനാലിസിസ് ചെയ്യാമോ, എൻ്റെ അഭിപ്രായം എന്തുവാന്നുള്ള കാര്യമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്ലൈമറൊക്കെ കണ്ടു കാണും. ഡിസ്ക്ലൈമറിൻ്റെ അർത്ഥം ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ ബൈയോ സെല്ലോ റെക്കമെൻഡേഷനായിട്ട് കരുതേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനോ ഫിനാൻഷ്യൽ അഡ്വൈസറിനോടൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ട് ആലോചിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനീ പറയാൻ പോകുന്നത്. 1976 ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. 1998 ഇതിന് മിനി നവരത്ന സ്റ്റാറ്റസ് കൊടുത്തത്. പിന്നെ 2023 ഇതിന് നവരത്ന സ്റ്റാറ്റസ് കൊടുത്തത്. ഈ നവരത്ന, മിനി നവരത്ന എന്നൊക്കെ പറയുന്ന ആ ഫണ്ടിങ് ഫ്ലോയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് അത്രമാത്രം ഫണ്ടിങ് തരും. എസ്പെഷ്യലി ഈ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിനൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെ സ്പെഷ്യൽ ബൂസ്റ്റ് കൊടുക്കുവാനായിട്ട് ഫണ്ടിങ്സ് കൊടുക്കും. അതുകൊണ്ട് കാശിൻ്റെ ക്ഷാമം കാരണം നിങ്ങളുടെ പ്രൊജക്ട്സ് നിർത്തി വെക്കണ്ട എന്നുള്ള കാര്യമാണ് ബേസിക്കലി അതിനകത്ത് ഇൻറ്റൻറ്റ് ചെയ്ത കാര്യം. 8% ഈ കമ്പനിയുടെ സ്റ്റോക്സ് ഡിസിൻവെസ്റ്റ്മെൻറ്റ് ചെയ്തായിരുന്നു 2024 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിൻ്റെ അർത്ഥം നമ്മളെപ്പോലുള്ള പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരെ അതിനകത്ത് ഇൻവെസ്റ്റഡ് ആയിരിക്കാം. ഇതിന് ടോട്ടൽ ഇതുവരെ അവർ 400 ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ അവർ 128 ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പക്ഷേ ആ റവന്യൂ മോഡൽ നോക്കുമ്പോഴത്തേക്ക് 95% റവന്യൂ മോഡലും ഡൊമസ്റ്റിക്കിൽ നിന്നാണ് വരുന്നത്. അന്നേരം ലോജിക്കലി നോക്കുമ്പോൾ 128 വെളിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തപ്പം അതിനത്ര കിട്ടിയില്ലയോ എന്ന് ചോദിക്കും. യെസ്, അതിനത്ര കിട്ടിയില്ല. അത് മോസ്റ്റ് പ്രോബബ്ലി കൺസൾട്ടിങ് പ്രോജക്റ്റും അങ്ങനെയൊക്കെയുള്ള സ്മോൾ പ്രോജക്ട്സൊക്കെയാണ്. അത് കൂടുതലും ഇറാൻ, ഇറാഖ്, ജോർഡൻ, മലേഷ്യ, നൈജീരിയ, ബ്രസീൽ ഇങ്ങനെയൊക്കെയുള്ള കൺട്രീസിൽ, ഡെവലപ്പിംഗ് നേഷൻസിലാണ് അത് അവർ കൂടുതലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ ഏറ്റവും വലിയ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിനകത്ത് തന്നെയുണ്ട്, റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ കസ്റ്റമർ. എന്നിട്ട് ആ കസ്റ്റമർ എന്ന് വെച്ചാൽ 84% ഇന്ത്യൻ റെയിൽവേസ്. മറ്റേ 16% വരുന്നതാണ് NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, BHEL, ഡൽഹി മെട്രോ, ഇന്ത്യൻ ഓയിൽ, NTPC, NMDC, പവർ ഗ്രിഡ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസാണ് അതിൻ്റെ മറ്റേ 16% വരുന്നത്. ഇതൊരു മിഡ് ക്യാപ് കമ്പനിയാണ്. അതുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡേറ്റ ഓഫ് ദിസ് കമ്പനി. ഇതാണ് ഇർക്കോണിൻ്റെ ഷീറ്റ്, ഇർക്കോൺ ഇൻ്റർനാഷണലിൻ്റെ. ഇതൊരു മിഡ് ക്യാപ് കമ്പനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറൻറ്റ് പ്രൈസ് 157 ആണ്. ഇത് 5.15 ഇന്ന് അത് പൊങ്ങിയിട്ടുണ്ട്. അത് ബേസിക്കലി മാർക്കറ്റ് എല്ലാം കൂടെ പൊങ്ങിക്കഴിഞ്ഞപ്പോഴത്തെ അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ പുഷ് കിട്ടിയിട്ട് ഇതും കൂടെ പൊങ്ങിയതാണെന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇന്ന് ഒരു ന്യൂസ് വന്നെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ROC നല്ലതാണ്, ROEയും നല്ലതാണ്. സ്റ്റോക്ക് PE 19.4 ആണ്, ഇൻഡസ്ട്രി PE 20.7 ആണ്. അന്നേരം വാല്യുവേഷൻ സ്വല്പം കുറവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാങ്ങേണ്ടിയവർക്ക് വാങ്ങാം. പക്ഷേ ഇത് വാങ്ങാനുള്ള റെക്കമെൻഡേഷനൊന്നുമല്ല ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ ലോവർ വാല്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യുവേഷൻ ഇച്ചിരി കുറവാണ്. ഇതിന് മാക്സിമം ഈ വർഷം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈയിൽ ഇതിന് 336 വരെ വന്നിട്ടുണ്ട്. ഇപ്പം ഇടിഞ്ഞ് 150 വരെ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കാണാൻ കിട്ടുന്ന കാര്യമാണ് വേണ്ടത്. പ്രോഫിറ്റ് ഇത് കണ്ടോ, ഈ ക്വാർട്ടറിൽ 64.81% ആണ് അതിൻ്റെ ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രോഫിറ്റ്, ക്വാർട്ടർലി പ്രോഫിറ്റ് ഗ്രോത്ത് അത് കുറഞ്ഞു പോയത്. സോ അത് കാരണം തന്നെയാണ് ഇത് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാർട്ടറാണ്. പക്ഷേ അന്നേരം അതിന് മുമ്പും ഇങ്ങനെയൊക്കെ പരിപാടി നടന്നിട്ടുണ്ടെന്നർത്ഥം. ഇറ്റ്സ് നോട്ട് ഡൂയിങ് ഗുഡ്. പിന്നെ
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഈ നമ്മുടെ ക്വാർട്ടർലി റിസൾട്ട്സ് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം കാണാൻ കിട്ടുന്നത്, ഇതേണ്ട ഈ ഡിസംബർ 2021 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 153. ഈ പ്രാവശ്യം ഡിസംബർ 2024 എത്രയാണോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? 132. ഇറ്റ്സ് ലെസ് ദാൻ 5 years ബാക്ക്, 4 years ബാക്ക്. മനസ്സിലായോ? അന്നേരം അത് ഗ്രോയിങ് ഇല്ല, അത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഇപ്പം നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ്റെ പെർസെൻറ്റേജ് നോക്കി, ഇത് 9% ആണ്, ഇവിടുത്തെ 5% ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സും നെറ്റ് പ്രോഫിറ്റും ഒക്കെ അതിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനായിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബാക്കിംഗ് ഉണ്ടെന്നുള്ള കാര്യം കൊണ്ട് ഇത് കോൺസ്റ്റൻ്റ്ലി നമുക്ക് ഡിവിഡൻസ് തരുമെന്നുള്ള കാര്യം ശരിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടല്ലോ, കമ്പനി ഹാസ് ബീൻ മാനേജിങ് ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്. ഒരു ഡിവിഡൻഡ് സ്റ്റോക്കാണ്, അല്ലാതെ ഇതിനെ ഒരു ഗ്രോത്ത് സ്റ്റോക്കായിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഈ പ്രൈസ് അത് 300 വരെ പോയി, അന്നേരം 150 to 300 ലെവലിൽ തന്നെ കറങ്ങി തിരിഞ്ഞ് കിടക്കുമെന്നുള്ള ഒരു ചിന്തയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് അതേ ക്യാഷ് ഫ്ലോയും ഈ പ്രാവശ്യം ഈ ക്വാർട്ടറിൽ അത്ര ഭേദമല്ല. യു ക്യാൻ സി ഇത് നെഗറ്റീവിൽ പോയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ROC 18%, ഇതൊരു പ്ലസ് പോയിൻ്റാണ്, ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരുന്നു, 65.17. ഞാനീ പറഞ്ഞ ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ തന്നെ റിഫ്ലക്ഷനാണ് FIIസും DIIസും ഇതിന് കുറഞ്ഞ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുവാനായിട്ട്. ബേസിക്കലി അത് ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കാരണം. ഇപ്പം നമ്മളിപ്പം ഒരു സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസ് എക്സിന് മേടിച്ച് കഴിഞ്ഞാൽ അത് എക്സിൽ നിന്ന് ഒരു 50 or 100 അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സിക്ലിക്കലായിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനകത്ത് യൂഷ്വലി FIIസിനും DIIസിനും വലിയ താല്പര്യം വരത്തില്ല. അവർക്ക് ഇച്ചിരി കൂടി ഷൂട്ടപ്പ് ചെയ്യുന്ന സ്റ്റോക്സിനെയൊക്കെ കയറി പിടിക്കാൻ താല്പര്യം. പിന്നെ പബ്ലിക് ഇപ്പോൾ 65 + 29 ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 90% ഓർ മോർ ദാൻ 90% പബ്ലിക്കും ഗവൺമെൻറ്റുമാണ് ഇത് ഹോൾഡ് ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെ ഒരു നിഗമനം. സോ ലെറ്റ് us മൂവ് ടു അനദർ തിങ്. നമ്മൾ ടെക്നിക്കലുകളൊന്ന് നോക്കാം. നമ്മൾ ടെക്നിക്കൽ നോക്കുമ്പോഴത്തേക്ക് ഇത് ഞാൻ വരച്ച് വെച്ചതല്ല, ഞാൻ ഈ ഷെയ്ഡഡ് ഏരിയ കാണുന്നുണ്ട്. ഷെയ്ഡഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 200 ഡേ മൂവിങ് ആവറേജ് ആണ്. പിന്നെ ഈ ലൈൻ കണ്ടല്ലോ, ഈ ലൈൻ ഇത് 50 ഡേ മൂവിങ് ആവറേജ് ആണ്. ഇപ്പം നമുക്കിപ്പം ഇപ്പോഴത്തെ മാർക്കറ്റിനകത്ത് ഒരു അനോമാലി കാണാൻ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രംപ് സാർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, നമ്മുടെ മാർക്കറ്റ് അതുപോലെ ഭയങ്കര സെൻസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇപ്പം കണ്ടോ, ഇവിടെ ആയിരുന്നു ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നതിന് മുമ്പ്. ട്രംപ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നടത്തിയിട്ടുണ്ട്. ഇത്ര ഗ്യാപ്പിലാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഇച്ചിരി നോർമലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പയ്യെ കയറി പോയിട്ട് ഇന്ന് ഇത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തി, എന്നിട്ട് അത് പൊങ്ങിക്കൊണ്ട് പോവുകയാണ്. സോ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അറ്റ് ദിസ് പോയിന്റ് ഇത് മാത്രം നമ്മൾ ഈ സ്ക്രീൻ മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊരു റൈസിങ് സ്റ്റോക്കാണ്. ബിക്കോസ് ഇത് നല്ലപോലെ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ ഹയർ ലോസ് ആൻഡ് ഹയർ ഹൈസ് ആയിട്ടാണ് ഇത് ഇവിടെ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇച്ചിരൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ചാർട്ട് കാണുമ്പോഴത്തേക്ക് ഇത് വേറെ ഒരു ലെവലിൽ നിന്ന് ഇവിടെ താഴെ വന്ന് കിടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് 300+ കിടന്നതാണ്, അതിവിടെ വന്ന് കിടന്നു, അതിൻ്റെ ആവറേജാണ് വരുന്നത്. സോ ഈ സ്റ്റോക്ക് മിക്കവാറും ഒരു 300 വരെ മാക്സിമം പോവും, പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് താഴെ വരും. ഇത് സിക്ലിക്കലായിട്ട് ഉള്ള സ്റ്റോക്കായിട്ടാണ് എനിക്ക് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഉള്ളവർക്ക് ആക്ച്വലി ഇതൊരു ഡിവിഡൻഡ് സ്റ്റോക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡിവിഡൻഡ് സ്റ്റോക്കാണ്. എന്നിട്ട് സിക്ലിക്കൽനെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് മേളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വിൽക്കാം, താഴെ വരുമ്പോൾ വാങ്ങാം, ഇങ്ങനെ ചക്രത്തിനകത്ത് കിടന്ന് കറങ്ങാം. പക്ഷേ ഒരിക്കലും അതൊരു 500 or 1000 ഒക്കെ പോകുമെന്നുള്ള കാര്യം കണ്ടറിയാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ കേട്ടിട്ട് ഇത് ബൈയോ സെല്ലോ റെക്കമെൻഡേഷനായിട്ട് കരുതേണ്ട കാര്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന നമ്മുടെ പീസ്.